എല്ലാവർക്കും നമസ്കാരം. 2026 ഏറ്റവും എന്റെ ആദ്യത്തെ പ്രസ് കോൺഫറൻസ് ആണ്. അപ്പോൾ ഈ അവസരത്തിൽ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ, പുതുവർഷത്തെ ആശംസകൾ അറിയിപ്പിക്കുന്നു. ഈ 2026 നമ്മുടെ നാടിന്റെ ഭാവിക്കും വേണ്ടി രജിജി പറഞ്ഞ പോലെ നമ്മുടെ പുതിയ തലമുറ, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു നല്ല കേരളം സൃഷ്ടിക്കുന്ന ഒരു വർഷമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ, അതിനുവേണ്ടി ജനങ്ങൾ ആ ഒരു പുതിയ ഭാവിക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജൂലൈ 2025 അമിത്ഷാജി ഇവിടെ വന്നു. അദ്ദേഹം ഞങ്ങളുടെ മിഷൻ 2025 ലോക്കൽ ബോഡി ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പിന്റെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ഇനി ജനുവരി 11 ഇവിടെ വരുന്നു. ഞങ്ങളുടെ അസംബ്ലി ഇലക്ഷന്റെ ക്യാമ്പയിൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നു. ജൂലൈയിൽ വന്നപ്പോൾ ഇതുപോലെ തന്നെ ഒരു ചർച്ചയിൽ മാധ്യമ സുഹൃത്തിന്റെ ഒപ്പം ഞാൻ സംസാരിക്കുമ്പോൾ എന്നോട് അന്ന് മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, ഇതില് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല, CPM തുടരും ആയിരുന്നു അന്നത്തെ ഒരു ഫീലിംഗ്. ഞാൻ അന്ന് പറഞ്ഞു, BJP NDA പേരിൽ പറഞ്ഞു, ഇത് മാറ്റം കൊണ്ടുവരാൻ പോകുന്ന ഒരു ഇലക്ഷനാണ്. ജനങ്ങൾ തീരുമാനിച്ചു മാറ്റം കൊണ്ടുവരണം, മാറ്റം വേണം. അത് ജനങ്ങളും ഒപ്പം സംസാരിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് എല്ലാം കാണുമ്പോൾ അതിന്റെ വ്യക്തത, അതൊരു വ്യക്തമായൊരു മെസ്സേജ് ജനങ്ങൾ തന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 കൊല്ലം അവസരം ജനങ്ങൾ കൊടുത്തപ്പോൾ CPM സർക്കാർ വികസനത്തിനെ കുറിച്ചോ അഴിമതിനെ കുറിച്ചോ തൊഴിൽ വിലക്കയറ്റം, വിശ്വാസികളുടെ സംരക്ഷണം, ഈ കാര്യങ്ങളിൽ അവര് പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾ BJP NDA കൃത്യമായി കഴിഞ്ഞ 6 മാസം നന്നായി സമരം ചെയ്ത് പ്രതിഷേധിച്ച് അത് ജനങ്ങൾ മുമ്പിൽ വെച്ചു. അതിന്റെ കാരണമാണ്, ഞാൻ അത് 100% അത് കാരണമാണെന്ന് പറഞ്ഞില്ല, പക്ഷെ അതൊരു ഫാക്ടറായിരുന്നു ഈ ലോക്കൽ ബോഡി ഇലക്ഷനും ജനങ്ങളുടെ തീരുമാനം. ഈ ലോക്കൽ ബോഡി ഇലക്ഷന്റെ റിസൾട്ട് BJPന്റെ ചരിത്രത്തിൽ, NDAന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു റിസൾട്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന്റെ അപ്പുറം ഞങ്ങൾ പരിശോധിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ഒരു ക്ലിയർ മെസ്സേജാണ്, കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം വരാൻ പോകുന്ന കാലമാണ് ഈ വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ. ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റാണ്. കേരളത്തിന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റാണ് ഞങ്ങൾ ഈ അസംബ്ലി ഇലക്ഷൻ കാണുന്നത്. ഈ അസംബ്ലി ഇലക്ഷനെ കുറിച്ച് മറ്റ് പാർട്ടികളെല്ലാം സംസാരിക്കും, അവരുടെ പ്രചരണവും ദുർപ്രചരണവും എല്ലാം ചെയ്യും. പക്ഷെ ഞങ്ങൾ അടുത്ത 100 ദിവസം മുമ്പോട്ട് വയ്ക്കാൻ പോകുന്നത് കൃത്യമായ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വികസിത കേരളം. ഞങ്ങൾ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമാണ്. വികസനം, തൊഴിലവസരങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, സർക്കാർ സേവനങ്ങൾ, ഭരണശൈലി, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, നമ്മളെ കുട്ടികൾക്ക് പുതിയ അവസരങ്ങൾ. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ആദ്യം മുതൽ ഇന്ന് വരെ. ഇനി അസംബ്ലി ഇലക്ഷൻ ഞങ്ങളത് മുമ്പോട്ട് വയ്ക്കും, കൃത്യമായി അത് ഇനിയും മുമ്പോട്ട് വയ്ക്കും. ഞങ്ങളുടെ കാഴ്ചപ്പാട്, ഞങ്ങളുടെ രാഷ്ട്രീയം ഈ വികസന രാഷ്ട്രീയമാണ്. അതിന്റെ ഒപ്പം ജനങ്ങൾ അവസരം കൊടുക്കുമ്പോൾ, കോൺഗ്രസിനോ CPMനോ BJP NDAക്ക് കൊടുക്കുമ്പോൾ, സെൻട്രൽ ഗവൺമെന്റിൽ അവസരം UPA കോൺഗ്രസിന് കിട്ടി, കോൺഗ്രസിന് മറ്റ് സംസ്ഥാനത്തിലും കിട്ടി. ഈ ജനങ്ങൾ വിശ്വസിച്ച് അവസരം കൊടുക്കുമ്പോൾ ഈ വികസനത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ആര് എന്ത് ചെയ്യുന്നു
റിപ്പോർട്ട് കാർഡ് BJP NDAന്റെ റിപ്പോർട്ട് കാർഡ് എന്താണ്, കോൺഗ്രസിന്റെ റിപ്പോർട്ട് കാർഡ് എന്താണ്, CPIന്റെ റിപ്പോർട്ട് കാർഡ് എന്താണ്. ഇത് ഞങ്ങൾ കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കും. ജനങ്ങളിത് മനസ്സിലാക്കും. ആരാണ് വികസനത്തിന് കുറിച്ച് കാഴ്ചപ്പാട് ആർക്കാണ്, കഴിവ് ആർക്കാണ്, താല്പര്യം ആർക്കാണ്, ആരാണ് ആത്മാർത്ഥമായി ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാൻ പോകുന്നത്, അത് ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കും. രണ്ടാമത്തെ ടോപ്പിക്, 2 ഭാഗമായിട്ട് ഞങ്ങൾ ഈ ക്യാമ്പയിൻ നടത്തുന്നു. വികസനം, വിശ്വാസം സംരക്ഷിക്കണം, പിന്നെ ഭരണശൈലി. പക്ഷെ രണ്ടാമത്തെ ഒരു വലിയൊരു പോയിന്റ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയം. കേരളത്തിലെ രാഷ്ട്രീയത്തിനെ കുറിച്ച് ഒരു ചർച്ച നടക്കണം. ഞാൻ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞിട്ട് പേപ്പറും TVയെല്ലാം കാണുമ്പോൾ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവുമാരും ജമാഅത്തെ ഇസ്ലാമിന്റെ മുതിർന്ന നേതാവുമാരുടെ സ്റ്റേറ്റ്മെന്റ് എല്ലാം വായിച്ച് എനിക്ക് തന്നെ ഒരു അതിശയം. അവര് തീരുമാനിക്കുന്നത് എന്താണ്? വികസനമല്ല. അവര് പറഞ്ഞത് എന്താണ്? കുട്ടികൾക്ക് അവസരങ്ങളോ തൊഴിലവസരങ്ങളെ കുറിച്ചല്ല. BJPനെ എങ്ങനെ തോൽപ്പിക്കണം. അപ്പോ ഇത് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. ഇത് നമ്മൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കണ്ടതാണ്. ലോക്കൽ ബോഡി ഇലക്ഷന്റെ മുമ്പും കണ്ടു, ലോക്കൽ ബോഡി ഇലക്ഷന്റെ റിസൾട്ട് കഴിഞ്ഞിട്ടും കണ്ടു. കൊടുങ്ങല്ലൂർ പോലെ ഒരു മുനിസിപ്പാലിറ്റി 40% വോട്ട് പിടിച്ച BJP NDA തോൽപ്പിച്ചത് കോൺഗ്രസ് അല്ല, ലെഫ്റ്റ് അല്ല, തോൽപ്പിച്ചത് മുസ്ലിം ലീഗും ജമാഅത്താണ്. അപ്പൊ ഈ രാഷ്ട്രീയം വികസനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മുന്നണിയെ മതേതരത്വത്തിന്റെ പേരിൽ CPM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും ജമാഅത്തിന്റെ പിന്തുണ എടുത്തിട്ട് തോൽപ്പിക്കുന്ന രാഷ്ട്രീയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യണം. അത് ആർക്കാണ് ഗുണം ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത്? ഈ സെക്യുലറിസമിന്റെ പേരിൽ ഈ ഒരു അപകട രാഷ്ട്രീയം ഇതിന്റെ പിന്നിൽ എന്താണ്? ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് ഒരു എല്ലാ റെസ്പോൺസിബിലിറ്റി പറയാണ്. ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ CPM പരാജയപ്പെട്ടു. അത് 100%, അതിൽ ആർക്കും സംശയമില്ല. 10 കൊല്ലം അവരുടെ ദുർഭരണത്തിന്റെ ഒരു ഫലമായിട്ട് അവർ തോറ്റു. ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷന് 3ാം തവണ അവർക്ക് അവസരം കൊടുക്കില്ല. ജനങ്ങൾ തീരുമാനിച്ചു. 2 ഓപ്ഷൻസ് ആണ് ജനങ്ങളുടെ മുമ്പിൽ. NDA, മറ്റേ വശത്ത് മുസ്ലിം ലീഗ്, കോൺഗ്രസ്, ജമാഅത്തെ ഇസ്ലാമിന്റെ മുന്നണി. ഈ 2 മുന്നണികൾ തമ്മിൽ വികസനത്തിനെ കുറിച്ചും നാടിന്റെ സമാധാനത്തിനെ കുറിച്ചും ആർക്കാണ് ശരിക്കും ഒരു ആത്മാർത്ഥമായ ഒരു സിൻസിയറിറ്റി ആർക്കാണ്? അതിനെക്കുറിച്ച് ചർച്ച നടത്തണം. ഞാൻ ഇന്നൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷേ ജമാഅത്തും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കൂടി തമ്മിൽ തീരുമാനിച്ച് കോൺഗ്രസിന്റെ പേരെടുത്ത് വികസനത്തിനെ പരാജയമാക്കാൻ അവർ ശ്രമിക്കുകയാണെന്ന് ഇലക്ഷൻ സമയത്ത് കൊടുങ്ങല്ലൂരിൽ നമ്മൾ കണ്ടു. ഇലക്ഷൻ കഴിഞ്ഞിട്ട് തൃപ്പൂണിത്തറയും എത്രയോ ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും CPM-ഉം കോൺഗ്രസ് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചൊരു ചർച്ച നടക്കണം. ഈ 2 കാര്യങ്ങളാണ് ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ ക്യാമ്പയിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, പറയാൻ പോകുന്നത്, ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ പോകുന്നത്. വികസനം, പിന്നെ അപകട രാഷ്ട്രീയം. അപകടം പോളിറ്റിക്സ് എന്ന് ഞങ്ങൾ 5-6 മാസം മുമ്പ് ഒരു ഫ്രേസ് ഉണ്ടാക്കിയതാണ്. അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ചർച്ച നടക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. പിന്നെ അവസാനം ഞാൻ മാധ്യമ സുഹൃത്തോട് പറയാൻ ആഗ്രഹിക്കുന്നതാണ്. എനിക്കറിയാം വിവാദമാണ് ഹെഡ്ലൈൻ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ. പക്ഷേ എന്റെ ഒരു അഭ്യർത്ഥന, പാർട്ടി NDAന്റെ അഭ്യർത്ഥനയാണ്, നിങ്ങളൊരു 60% ഫോക്കസ് വികസനം, ഈ പ്രധാനപ്പെട്ട ഇഷ്യൂസിൽ സമയം കൊടുക്കണം, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യിപ്പിക്കണം ആണ് എന്റെ ഒരു അഭ്യർത്ഥന. 40% നിങ്ങൾ വിവാദങ്ങൾ ചെയ്തോളൂ, നിങ്ങളുടെ അജണ്ട ഉണ്ടെങ്കിൽ അത് ചെയ്തോളൂ, നോ ഇഷ്യൂസ്. പക്ഷെ നാടിന്റെ ഭാവിനെ
മനസ്സിൽ വെച്ച്, നമ്മളെ കുട്ടികളുടെ ഭാവിനെ മനസ്സിൽ വെച്ച്, നാടിനെ നന്നാക്കണം, നമ്മളെല്ലാവരും ലക്ഷ്യമാണെന്ന് അത് മനസ്സിൽ വെച്ച് ഒരു 60% നാടിന്റെ വികസനം, നാടിനെ നന്നാക്കണം, അതിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഞങ്ങൾ എല്ലാ ഇഷ്യൂസിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അതേസമയം വികസനത്തിനെ കുറിച്ചും ചർച്ച ചെയ്യണം. ജനങ്ങൾ അവസരം കൊടുക്കുമ്പോൾ 10 കൊല്ലം UPAയിൽ 8 കേരളത്തിന്റെ മന്ത്രിമാർ ഇരുന്ന് ഭരിച്ചപ്പോൾ കേരളത്തിന് എന്തെങ്കിലും ഗുണം കിട്ടിയോ? വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടാക്കിയോ? അതിനെ കുറിച്ചെല്ലാം ചർച്ച ചെയ്യണം. അതാണ് എന്റെ അഭ്യർത്ഥന. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.